അത് ഗീതയുടെ വീടിനടുത്താണ്. അത് വിമാനത്താവളത്തിന് പുറകിലാണ്. പൂച്ച കട്ടിലിന് കീഴിലാണ്. വസ്ത്രം തറയിലുണ്ട്. അരുണിന്റെ ബാഗ് മേശപ്പുറത്ത് ആണ്. അരുണിന്റെ ബാഗ് മുറിയിലാണ്. ഒന്നുകൂടെ നോക്കി നോക്കേ അല്ലേ. അത് ഗീതയുടെ വീടിനടുത്താണ്. അത് വിമാനത്താവളത്തിന് പുറകിലാണ്. പൂച്ച കട്ടിലിന് കീഴിലാണ്. വസ്ത്രം തറയിലുണ്ട്. അതുപോലെ തന്നെ അരുണിന്റെ ബാഗ് മേശപ്പുറത്ത് ആണ്. അരുണിന്റെ ബാഗ് മുറിയിലാണ് എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ നമ്മൾ സംസാര വിഷയത്തിൽ വരാറില്ലേ? പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് വളരെ വേഗത്തിൽ ഒന്ന് കണ്ടെത്താൻ നോക്കിയാലോ? നോക്കി നോക്കല്ലേ. അത് ഗീതയുടെ വീടിനടുത്താണ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു. കണ്ടോ, വീടിനടുത്താണ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഗീതാസ് ഹൗസ്. കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ. ഒന്നുകൂടെ നോക്കാം. അത് ഗീതയുടെ വീടിനടുത്താണ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു. കണ്ടോ, വീടിനടുത്ത്. കണ്ടോ, അടുത്ത് എന്താണ്? നെക്സ്റ്റ് ടു. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു. ചേർന്ന് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്സ്റ്റ് ടു എന്നുള്ളത്. അപ്പോ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഗീതാസ് ഹൗസ്. അത് വിമാനത്താവളത്തിന് പുറകിലാണ്. ഈ പുറകിൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ബിഹൈൻഡ്. അത് വിമാനത്താവളത്തിന് പുറകിലാണ്. ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. എന്താണ്? ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. പൂച്ച കട്ടിലിന് കീഴിലാണ്. ദ കാറ്റ് ഈസ്. കീഴിൽ എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? അണ്ടർ. ദ കാറ്റ് ഈസ് അണ്ടർ ദ ബെഡ്. എന്താണ്? ദ കാറ്റ് ഈസ് അണ്ടർ ദ ബെഡ്. വസ്ത്രം തറയിലുണ്ട്. വസ്ത്രം തറയിലുണ്ട്. ഒരു സംഭവത്തിന്റെ മുകളിൽ വെച്ച് എന്താ പറയാ? ഓണ് എന്നുള്ളതാണ് പറയാ. ദ ക്ലോത്ത്സ്. വസ്ത്രം. ദ ക്ലോത്ത്സ് ആർ ഓൺ ദ ഫ്ലോർ. എന്താണ്? ദ ക്ലോത്ത്സ് ആർ ഓൺ ദ ഫ്ലോർ. ഫ്ലോർ തറയിൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഫ്ലോർ. അരുണിന്റെ ബാഗ് മേശപ്പുറത്ത് ആണ്. അരുൺസ് ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് എന്നുള്ളത് എന്താണ്? ഓൺ ദ ടേബിൾ. അരുണിന്റെ ബാഗ് മുറിയിലാണ്. എന്താ? 4 ചുവരുകൾക്കുള്ളിൽ അല്ലേ? ഇൻ ദ റൂം. എന്താണ്? മുറിയിൽ. ഇൻ ദ റൂം. അരുണിന്റെ ബാഗ് മുറിയിലാണ്. അരുൺസ് ബാഗ് ഈസ് ഇൻ ദ റൂം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കാം അല്ലേ. ചേർന്ന് എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? നെക്സ്റ്റ് ടു. അതുപോലെ പുറകിൽ എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ബിഹൈൻഡ്. കീഴിൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? അണ്ടർ. അതായത് ഒരു സംഭവത്തിന്റെ മുകളിൽ വെച്ച് അതിനെന്താ പറയാ? ഓണ്. എന്തൊക്കെ? ഓണ്. എന്നാൽ 4 ചുമരുകൾക്കുള്ളിലാണെങ്കിലോ? ഇന്ന്. കണ്ടോ, വളരെ സിമ്പിൾ ആയി മനസ്സിലായില്ലേ? അത് ഗീതയുടെ വീടിനടുത്താണ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഗീതാസ് ഹൗസ്. ഗീതയുടെ. ഗീതാസ് ഹൗസ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഗീതാസ് ഹൗസ്. അത് വിമാനത്താവളത്തിന് പുറകിലാണ്. ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. എന്താണ്? ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. പൂച്ച കട്ടിലിനു കീഴിലാണ്. ദ കാറ്റ് ഈസ് അണ്ടർ ദ ബെഡ്. ദ കാറ്റ് ഈസ് അണ്ടർ ദ ബെഡ്. വസ്ത്രം തറയിൽ ഉണ്ട്. ദ ക്ലോത്ത്സ് ആർ ഓൺ ദ ഫ്ലോർ. അരുണിന്റെ ബാഗ് മേശപ്പുറത്ത് ആണ്. അരുൺസ് ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. അരുൺസ് ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. അരുണിന്റെ ബാഗ് മുറിയിൽ ആണ്. അരുൺസ് ബാഗ് ഈസ് ഇൻ ദ റൂം. കണ്ടോ, വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ പലപ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ് അല്ലേ? എന്നെ കൊണ്ട് ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമോ? ഇനി ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആരോടാണ് ചോദിക്കേണ്ടത്? ഞാൻ 1-ലേറെ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് കോൺഫിഡൻസോട് കൂടി ഇപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് വൊക്കാബുലറീസ് വരുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യുക? ഇനി എന്നെ കൊണ്ട് കഴിയുമോ? എനിക്ക് പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരുന്ന കണ്ടോ, ഇതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ
ദിവസവും നമ്മൾ മലയാളം സംസാരിക്കുന്നില്ലേ? ആ മലയാളം സംസാരിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ അനായാസമായി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്ന ഇംഗ്ലീഷ് എഫിന്റെ ഓരോ വീഡിയോസും നിങ്ങൾ തുടക്കം മുതൽ കണ്ടുവരിക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ, ഓരോ ദിവസവും കണ്ടുവരുമ്പോൾ ക്രമേണ നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ ഭാഷാ ലെവൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട് വരും. ഓരോ ഭാഗങ്ങൾ അല്ലെ, ഈസ്, ആറ്, ആം, ഓണ്, അണ്ടർ, ബിഹൈൻഡ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതും നമ്മുടെ വീഡിയോസിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലെ. അരുണിന്റെ ബാഗ് മേശമേൽ ഉണ്ടോ? അരുണിമയുടെ മുറി താങ്കളുടെ മുറിയുടെ അടുത്താണോ? എന്റെ സുഹൃത്തിന്റെ വീട് വിമാനത്താവളത്തിന്റെ പുറകിലാണ്. എന്റെ സുഹൃത്തിന്റെ ബാഗ് എന്റെ ബാഗിന്റെ അടുത്താണ്. എന്റെ അച്ഛന്റെ ബാഗ് കട്ടിലിന് അടിയിലാണ്. എന്റെ അച്ഛന്റെ ബാഗ് കട്ടിലിന് അടിയിലാണ്. എന്റെ അമ്മയുടെ ബാഗ് മേശപ്പുറത്താണ്. എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ വളരെ സിമ്പിളായി നമുക്ക് സംസാര വിഷയത്തിൽ കൊണ്ടെത്തിക്കാം എന്നുള്ളത് നമുക്ക് അറിയാത്തതല്ലേ. നോക്കി നോക്കാം. അരുണിന്റെ ബാഗ് മേശമേലുണ്ടോ? ഈസ് അരുൺസ് ബാഗ് ഓൺ ദ ടേബിൾ? ഈസ് അരുൺസ് ബാഗ് ഓൺ ദ ടേബിൾ? അരുണിമയുടെ മുറി താങ്കളുടെ മുറിയുടെ അടുത്താണോ? ഈസ് അരുണിമാസ് റൂം നെക്സ്റ്റ് ടു? കണ്ടോ, നെക്സ്റ്റ് ടു കേട്ടോ, നെക്സ്റ്റ് ടു യുവർ റൂം. എന്താണ്? ഈസ് അരുണിമാസ് റൂം നെക്സ്റ്റ് ടു യുവർ റൂം? എന്റെ സുഹൃത്തിന്റെ വീട് വിമാനത്താവളത്തിന്റെ പുറകിലാണ്. മൈ ഫ്രണ്ട്സ് ഹൗസ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. മൈ ഫ്രണ്ട്സ് ഹൗസ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. എന്റെ സുഹൃത്തിന്റെ ബാഗ് എന്റെ ബാഗിന്റെ അടുത്താണ്. മൈ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തിന്റെ, മൈ ഫ്രണ്ട്സ് ബാഗ് ഈസ് നെക്സ്റ്റ് ടു മൈ ബാഗ്. നെക്സ്റ്റ് ടു മൈ ബാഗ്. നെക്സ്റ്റ് ടു മൈ ബാഗ്. എന്റെ അച്ഛന്റെ ബാഗ് കട്ടിലിന് അടിയിലാണ്. മൈ ഫാദേഴ്സ്, എന്റെ അച്ഛന്റെ, മൈ ഫാദേഴ്സ് ബാഗ് ഈസ് അണ്ടർ, അടിയിലാണ്, ദ ബെഡ്. മൈ ഫാദേഴ്സ് ബാഗ് ഈസ് അണ്ടർ ദ ബെഡ്. എന്റെ അമ്മയുടെ ബാഗ് മേശപ്പുറത്താണ്. മൈ മദേഴ്സ് ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. മൈ മദേഴ്സ് ബാഗ് ഈസ് ഓൺ ദ ടേബിൾ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ നിങ്ങൾ പഠിച്ചു വരിക. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് ഇംഗ്ലീഷ് വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ സാധിക്കും, എനിക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കുവാൻ സാധിക്കും, അസാധ്യമായതൊക്കെ സാധ്യമാക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു വിശ്വാസം, ഇതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് മാത്രമേ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രാക്ടീസസ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ മുതിരാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അരുണിന്റെ ബാഗ് മേശമേലുണ്ടോ? ഈസ് അരുൺസ് ബാഗ് ഓൺ ദ ടേബിൾ? ഈസ് അരുൺസ് ബാഗ് ഓൺ ദ ടേബിൾ? അരുണിമയുടെ മുറി താങ്കളുടെ മുറിയുടെ അടുത്താണോ? ഈസ് അരുണിമാസ് റൂം നെക്സ്റ്റ് ടു യുവർ റൂം? എന്റെ സുഹൃത്തിന്റെ വീട് വിമാനത്താവളത്തിന്റെ പുറകിലാണ്. മൈ ഫ്രണ്ട്സ് ഹൗസ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. എന്താണ്? മൈ ഫ്രണ്ട്സ് ഹൗസ് ഈസ് ബിഹൈൻഡ് ദ എയർപോർട്ട്. എന്റെ സുഹൃത്തിന്റെ ബാഗ് എന്റെ ബാഗിന്റെ അടുത്താണ്. മൈ ഫ്രണ്ട്സ് ബാഗ് ഈസ് നെക്സ്റ്റ് ടു മൈ ബാഗ്. മൈ ഫ്രണ്ട്സ് ബാഗ് ഈസ് നെക്സ്റ്റ് ടു മൈ ബാഗ്. എന്റെ അച്ഛന്റെ ബാഗ് കട്ടിലിന് അടിയിലാണ്. My father's bag is under the bed. My father's bag is under the bed. എന്റെ അമ്മയുടെ ബാഗ് മേശപ്പുറത്താണ്. My mother's bag is on the table. My mother's bag is on the table. കണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ on വന്നു, ഇവിടെ next to വന്നു, ഇവിടെ behind വന്നു, ഇവിടെയും next to വന്നു,
ഇവിടെ അണ്ടർ വന്നു, ഇവിടെ ഓൺ വന്നു. കണ്ടോ? ഇതൊക്കെയാണ് ഇതിന്റെ പ്രിപ്പോസിഷൻ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? എന്താണ്? അരുണിന്റെ ബാഗ് മേശമേൽ എന്ന് പറയുമ്പോ മേശപ്പുറത്ത്, ഓൺ ദ ടാബ്. മുറി എന്ത് ചെയ്യുന്നു? അടുത്ത് എന്ന് ചേർന്ന് എന്ന് പറഞ്ഞപ്പോ നെക്സ്റ്റ് ടു. അതുപോലെ തന്നെ വിമാനത്താവളത്തിന്റെ പുറകിൽ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ബിഹൈൻഡ്. ചേർന്നു. കണ്ടു? ഇവിടെ ചേർന്ന്. ബാഗ് എന്റെ ബാഗിന് ചേർന്നാണ് അല്ലെ? എന്താണ്? ബാഗിന് അടുത്താണ്. അപ്പോ നെക്സ്റ്റ് ടു. ആ കീഴിലാണ്, അടിയിലാണെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? അണ്ടർ. അതുപോലെ മേശപ്പുറത്ത് എന്ന് പറഞ്ഞപ്പോ ഓണ്. കണ്ടോ? ഓൺ ദ ടാബിൾ. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമുക്കും അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നേ. അപ്പൊ ഒരു പേടിക്കണ്ട. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഡെയിലി ഇംഗ്ലീഷ് അപ്പിന്റെ വീഡിയോസ് ഡെയിലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നറിയുമോ? നിങ്ങളുടെ ഭാഷയ്ക്ക് ഒരുപാട് വ്യത്യാസം വരും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.